ഞാനൊരു കർഷകനാണ്. കഠിനംകുളം പഞ്ചായത്തിലെ നിരവധി കൃഷി അവാർഡ് പഠിച്ച ഒരു കർഷകനാണ്. കുട്ടിയിലെ ഞാൻ കൃഷി കുടുംബത്ത് ജനിച്ചതാണ്. ഞാൻ അടുത്ത വീട്ടിലെ ഒരു അധ്യാപകൻ്റെ വീട്ടിൽ നിന്ന് ഷൂമുട്ടി സാറെന്ന് പറയും, അദ്ദേഹത്തിൻ്റെ വലിയച്ഛനാണ് എന്നെ കൃഷിയൊക്കെ പഠിപ്പിച്ച്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഏജായപ്പോൾ ഒരു 10-20 വയസ്സായപ്പോൾ വിദേശത്ത് പോയി. അതുവരെ എനിക്ക് കൃഷിയായിരുന്നു, നെൽകൃഷി. ഈ പാടശേഖരത്തൊക്കെ നെൽകൃഷി, ഇവിടെ മൊത്തവും നെൽകൃഷിയായിരുന്നു. ഈ പാടശേഖരങ്ങളിൽ മൊത്തവും ഈ വലിയല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പാടശേഖരമായിരുന്നു. ഈ അലായി ക്ഷേത്രത്തിനെ സമീപിച്ചിൻ്റെ പരിസരത്ത് വലിയ ക്ഷേത്രം ഭയങ്കര ഒരു പാടശേഖരങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നെൽകൃഷിയൊക്കെ ചെയ്ത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിസ വന്നപ്പോൾ നമ്മൾ ദാരിദ്ര്യ ഒരു കുടുംബത്തിലുള്ളതാണ്. അത് കഴിഞ്ഞ് വിസ വന്നു, എനിക്കൊരാൾ വിസ തന്നു, ഗൾഫിൽ പോയി. 23 വർഷം അവിടെ ഇരുന്ന് അവിടെ നിന്ന് കുറച്ച് കൃഷി മനസ്സിലാക്കി. മരുഭൂമിയിൽ സൗദിയിലാണ് ഇരുന്നത്. മരുഭൂമിയിൽ എന്തൊക്കെ കൃഷി, എല്ലാം അമേരിക്കൻ ടെക്നോളജിയാണ്, എന്തൊക്കെയെല്ലാം അവിടെ കൃഷി ചെയ്യുന്നു. അപ്പം പ്രകൃതിയായിട്ട് നമുക്ക് തന്ന വരദാനം 44 നദിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്ക് പുഴകളും പാടശേഖരങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ മനുഷ്യന് ജീവിക്കാം. ഈ പ്രവാസികളെല്ലാം ഗൾഫിൽ പോകുന്ന കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജോലിയില്ല, മറ്റുള്ള ഇതിന് ശമ്പളത്തിൻ്റെതും മറ്റുള്ള ഇത് വരുമാനങ്ങളില്ലാത്തതുകൊണ്ട് എല്ലാവരും ഇരട്ടി ശമ്പളമായതുകൊണ്ട് നമ്മൾ വിദേശത്ത് പോകും. വിദേശത്ത് പോകുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ മരുഭൂമിയിൽ ഉപ്പ് അസിഡിറ്റി ഉള്ള മണ്ണിനകത്ത് ഉൽപ്പാദിക്കുന്ന ഗോതമ്പ്, ഉലുവ, നെൽകൃഷി വരെയുണ്ട്. അൽഗസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സൗദി അറേബ്യയിൽ നെൽകൃഷി വരെയുണ്ട്. അപ്പം 44 നദിയുള്ള സംസ്ഥാനത്ത് ഞാൻ തിരിച്ചിവിടെ വരുമ്പോൾ എനിക്ക് കുറച്ച് കൃഷിയെങ്കിലും ചെയ്ത് കുറച്ച് പേർക്ക് അന്നം കൊടുക്കണമെന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ജൈവ പച്ചക്കറിയായിരുന്നാലും നെല്ലായിരുന്നാലും. അങ്ങനെ വന്ന് ഈ വയലിൽ, ഈ അധ്യാപകൻ്റെ വയലാണ് ഷൂമുട്ടി സാറിൻ്റെ മേനകുളം അധ്യാപകൻ്റെ ഒരു വയലാണ്. അതിൽ കാട് കയറി കിടന്നുകൊണ്ട് ഞാനിവിടെ വന്ന് കിളച്ച് ഉഴുത് മറിച്ച് ഇതിൻ്റെ ഇൻഷിപ്പിലെല്ലാം വേരെല്ലാം അടച്ചിട്ട് സാറും കൂടെ സഹായിച്ച് ഞാൻ ഇത് നെൽകൃഷി ചെയ്യുന്ന വയലാണ്. 2 പ്രാവശ്യം നെൽകൃഷി ചെയ്യും, 1 പ്രാവശ്യം പയറിടും. ഇപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം തൊട്ട് മഴയുടെ പ്രശ്നം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 1 പ്രാവശ്യം നെൽകൃഷി ചെയ്തോളൂ. പിന്നെ നെൽകൃഷി ചെയ്തിട്ട് ഇപ്പം കപ്പലണ്ടി ചെയ്തിട്ടുണ്ട്. കപ്പലണ്ടി ഭയങ്കരമായിട്ട് ലാഭകരമാണ്. നിങ്ങളെല്ലാവരും കപ്പലണ്ടി ചെയ്യണം. കാരണം വെച്ചാൽ കപ്പലണ്ടിക്ക് ഭയങ്കര മാർക്കറ്റും, ഇതിൻ്റെ കച്ചി പശുക്കൾക്ക് കൊടുത്ത ഇരട്ടിപ്പാൽ, നല്ല കട്ടിയുള്ള പാലും കിട്ടും.